Hi all, welcome to the class. Today we are going to discuss a small topic in the subject energy conservation and management. Already we are discussing module 1 and this is the fourth part of my presentation. In this presentation we are going to discuss a small topic, energy audit. What is the importance of energy audit and different type of energy audit and how energy audit method is selected for an industry. What are the criteria? These are discussed in this presentation. So first of all, we will discuss what is the necessity, why we are doing energy audit. അതിനുള്ള കാരണം നമുക്ക് ആദ്യം മനസ്സിലാക്കണം. ഒരു ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ എക്കണോമി പോകുന്നത് 3 ഫാക്ടേഴ്സിലാണ്: എനർജി, ലേബർ ആൻഡ് മെറ്റീരിയൽ. അതിനകത്ത് തന്നെ എനർജിയിൽ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോസൊക്കെ ഉണ്ടാകുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ എനർജിയിലാണ്. അന്നേരം ഈ 3 ഫാക്ടേഴ്സിൽ എക്കണോമിക്കലായിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെ നല്ല രീതിയിൽ നമുക്ക് ഇൻഡസ്ട്രിയുടെ പ്രോഫിറ്റ് കൂട്ടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിനകത്ത് ആദ്യത്തെ എനർജിയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് മെഷീനിൻ്റെ അകത്ത് മോഡിഫിക്കേഷൻസ് വരുത്തുക, അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക, എവിടെയാണ് ലോസ് ഉണ്ടാവുമെന്ന് ഫൈൻഡ് ചെയ്യാം, അത് കറക്റ്റ് ചെയ്യാം. അതെല്ലാം വരുന്നതാണ് എനർജി ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് എനർജി മാനേജ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈഡ് റേഞ്ചിൽ നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് എനർജി സേവ് ചെയ്യാൻ പറ്റും, കറസ്പോണ്ട്ലി കോസ്റ്റും സേവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ എനർജി ഓഡിറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയ എനർജി കൺസർവേഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ പുതിയ എനർജി യൂട്ടിലിറ്റി എങ്ങനെ വരുത്താം എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എവിടെയെങ്കിലും എനർജി നല്ല രീതിയിൽ വേസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ അവിടെ കറക്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് നടത്താൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് എന്തൊക്കെ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ചെയ്താലും, ക്വാളിറ്റി കൺട്രോൾ പ്രോഗ്രാംസ് ചെയ്താലും, അതുപോലെ പല വിധത്തിലുള്ള പ്രൊഡക്ഷൻ യൂട്ടിലിറ്റി ആക്ടിവിറ്റീസ് ചെയ്താലും എനർജി കോസ്റ്റിൽ എന്ത് വേരിയേഷൻ വരുന്നുണ്ട്, എന്ത് റിഡക്ഷൻ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പേപ്പർ രേഖയാണ്. അഥവാ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻജിനീയർ വന്നിട്ട് അല്ലെങ്കിൽ എനർജി ഓഡിറ്റർ വന്നിട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതുപോലെ തന്നെ എനർജി ഓഡിറ്റ് ടീമിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള പ്രതിനിധികൾ നോർമലി ഉണ്ടാവും. ആൻഡ് an energy audit program will help to keep focus on variation which occurs in the energy cost, availability and reliability of supply of energy, decide on appropriate energy mix, identify energy conservation technology, retrofit and for energy conservation equipments. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഓഡിറ്റിങ്ങിൽ ചെയ്യുന്നുണ്ട്. ഇത് കൂടാണ്ട് ഒരു ഇൻഡസ്ട്രിയിൽ എനർജി ഓഡിറ്റിംഗ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻഡസ്ട്രിയൽ പ്രൊജക്ഷനും കൂടിയാണ്. ബാക്കിയുള്ളവർക്ക് ഒരു വ്യൂ ചെയ്യുമ്പോൾ ദേ ആർ ഡൂയിങ് എ വണ്ടർഫുൾ ബിസിനസ് ആൻഡ് ദേ ആർ ഫോക്കസിങ് ഫോർ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലിനെസ് അല്ലെങ്കിൽ എനർജി സേവിങ്, അങ്ങനെയുള്ള വിധത്തിൽ മറ്റുള്ള കമ്പനികളുടെ മുമ്പിൽ നല്ലൊരു പേരും ഇമേജും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ എനർജി ഓഡിറ്റ് പ്രോഗ്രാം. അതുപോലെ തന്നെ വേറൊന്നാണ് ഈ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റും കൺസംഷൻ പെർ യൂണിറ്റും എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയുടെ ഒരു ബെഞ്ച് മാർക്കിംഗ്, ഞാൻ പറഞ്ഞത് തന്നെയാണ് ബെഞ്ച് മാർക്കിംഗ്, ബാക്കിയുടെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർഗനൈസേഷനിൽ പുതിയ ന്യൂ പ്രൊജക്ട്സ് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും, ന്യൂ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ബാക്കിയുള്ളവരുടെ നിന്ന് കുറച്ചും കൂടി ഫോർവേഡ് ആയിരിക്കും എപ്പോഴും എനർജി ഓഡിറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ സ്റ്റാറ്റസ്. ആൻഡ് പിന്നെ വരുന്നത് ടൈപ്സ് ഓഫ് എനർജി ഓഡിറ്റാണ്. ടൈപ്സ് ഓഫ് എനർജി ഓഡിറ്റ് മെയിൻലി നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ ഇൻഡസ്ട്രീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇൻഡസ്ട്രീൻ്റെ ഫങ്ഷൻ ആൻഡ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി എന്താണെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് എനർജി ഓഡിറ്റ് തീരുമാനിക്കാം. ചെറിയൊരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ വലിയൊരു ഡീറ്റെയിൽഡ് പ്രൊജക്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, വലിയൊരു എനർജി ലോസ് ഒന്നും വരുന്നില്ലെങ്കിൽ നമ്മൾ വലിയൊരു എനർജി ഓഡിറ്റിംഗ് ചെയ്യേണ്ട, വെറും പ്രിലിമിനറി ഓഡിറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒന്നാണ് ഡെപ്ത് ടു വിച്ച് ഫൈനൽ ഓഡിറ്റ് ഈസ് നീഡഡ്. ഒരു എലമെൻറ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഒരേ സ്ഥലത്ത് എനർജി ലോസ് ഉണ്ടാകുന്നുണ്ട്. ആ എനർജി ലോസ് ആവുന്നത് നമ്മൾ ഫോക്കസ് ചെയ്ത് അതിൻ്റെ അകത്ത് റീസൺസ് എല്ലാം ഫൈൻഡ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത റീസൺസ് ഉണ്ടാവാം, അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത റീസൺസ് ഉണ്ടാവാം. അന്നേരം ആ ലോസ് കുറക്കാൻ നമ്മൾ കൂടുതൽ ശ്രമിച്ചാൽ അതിനെക്കൊണ്ടൊരു ബെനിഫിറ്റും
കമ്പനിക്കും ഉണ്ടാവില്ല, ടൈം ലോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എത്ര ഡെപ്ത് വരെ നമ്മൾ ഓഡിറ്റിംഗ്, എനർജി ഓഡിറ്റിംഗ് പോകണം എന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ടാണ് പ്രിലിമിനറി വേണോ അതോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓഡിറ്റ് വേണോ എന്ന് പറയുന്നത്. അതുപോലെ വേറൊന്ന് പൊട്ടൻഷ്യൽ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് കോസ്റ്റ് റിഡക്ഷൻ ഡിസൈഡ്. എക്സിസ്റ്റിംഗ് കോസ്റ്റ് ഓക്കെയാണ്, ഇൻഡസ്ട്രീസിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ ഓൾമോസ്റ്റ് അവിടെ എനർജി യൂട്ടിലൈസേഷൻ ഒപ്റ്റിമം ആയിരിക്കും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ വളരെ എനർജി കോസ്റ്റ് റിഡക്ഷന് വേണ്ടി ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എനർജി ഓഡിറ്റ് 2 വിധത്തിലാണ് ഉള്ളത്. ഒന്ന് പ്രിലിമിനറി ഓഡിറ്റും രണ്ടാമത്തത് ഡീറ്റെയിൽഡ് ഓഡിറ്റുമാണ്. പ്രിലിമിനറി ഓഡിറ്റാണ് ചെറിയ ഒരു ഇൻഡസ്ട്രീസിനൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുക. അത് വളരെ ഷോർട്ട് ടൈം, അഥവാ 1 ഡേ അല്ലെങ്കിൽ 2 ഡേ, മാക്സിമം 1 ഡേ കൊണ്ട് തന്നെ നമുക്ക് തീർക്കാൻ പറ്റുന്ന ഒരു എനർജി ഓഡിറ്റിംഗ് പ്രൊസീജിയറാണ് പ്രിലിമിനറി എനർജി ഓഡിറ്റ് മെത്തഡോളജി. ഇതിൻ്റെ അകത്ത് വരുന്ന പല സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ്, എസ്റ്റാബ്ലിഷ് എനർജി കൺസംഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു ഇൻഡസ്ട്രീസിൽ എവിടെയൊക്കെ എന്തൊക്കെ എനർജിയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് എനർജി കോസ്റ്റ് എത്രയൊക്കെയുണ്ട്, ഇതിൻ്റെ എനർജി ലോസ് എത്ര വരുന്നുണ്ട്, ആ എനർജി ലോസ് എങ്ങനെയാണ് അവർ അറ്റ്മോസ്ഫിയറിലേക്കാണോ അല്ലെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും വിധത്തിലാണോ പോകുന്നത്, അങ്ങനെയുള്ള ഡാറ്റയെല്ലാം എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം ഓരോ സ്റ്റെപ്പിലും എവിടെയൊക്കെ എനർജി സേവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഐഡൻറ്റിഫൈ സ്കോപ്പ് ഓഫ് സേവിങ്, എനർജി സേവിങ്ങിനുള്ള സ്കോപ്പ് ഡിസൈഡ് ചെയ്യാം. ഈ കേസിൽ നമുക്ക് ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുന്ന എൻജിനീയേഴ്സിൻ്റെയും അങ്ങനെ ഷോപ്പ് വർക്കേഴ്സിൻ്റെയും സൂപ്പർവൈസേഴ്സിൻ്റെയും എല്ലാവരുടെയും സഹായം തേടാം. ഇവിടേക്കാണ് ലോസ് വരുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ സേവ് ചെയ്യാനുള്ള വർക്കിൻ്റെ കണ്ടീഷൻസ് നോക്കാൻ. ആൻഡ് ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് ലൈക്ലി ഓർ ഈസിയസ്റ്റ് ഏരിയ ഓഫ് അറ്റൻഷൻ. ഇത് മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു സ്ഥലത്ത് പല ഏരിയയിൽ, ഒരു ഇൻഡസ്ട്രിയിൽ പല ഏരിയയിൽ എനർജി ലോസ് ഉണ്ടാവും. അതായത് ഏറ്റവും പെട്ടെന്ന് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനർജി ലോസ് ചെയ്യുന്ന ഏരിയ ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അവിടുത്തെ റിഡക്ഷൻ കുറച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവിടെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് കോസ്റ്റ് റിഡക്ഷൻ നല്ല രീതിയിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ എനർജി സേവിങ് നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും. ആൻഡ് ഐഡൻറ്റിഫൈ ഇമ്മീഡിയറ്റ് സ്പെഷ്യൽ നോ ലോ കോസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ് സേവിങ്. അഥവാ ചില കണ്ടീഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കോസ്റ്റ് സേവിങ്ങിന് വേണ്ടി മെറ്റീരിയൽ അല്ലെങ്കിൽ പാർട്സ് റീപ്ലേസ്മെൻറ്റ് വേണ്ടി വരും. അതിന് കോസ്റ്റും വേണം, അതുപോലെ തന്നെ ഒരു പ്രൊസീജിയറിലേക്ക് ഒരു എക്കണോമിക്കൽ ബേർഡൻ കൂടിയാണ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം. അന്നേരം നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് കോസ്റ്റ് ഇല്ലാതെ നമുക്ക് തന്നെ അതിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റുന്ന ഏരിയ ഉണ്ടെങ്കിൽ അവിടെ മോഡിഫിക്കേഷൻ വരുത്തുന്നതിൻ്റെ അകത്തായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതുപോലെ എനർജി സേവിങ്, ഇപ്പം ഉപയോഗിക്കുന്ന എനർജി ഒരു 100 ജൂളാണ്, നമ്മളുടെ ലോസ് അറൗണ്ട് 40 ജൂളാണെങ്കിൽ നമുക്കത് ഫുള്ളായിട്ട് കുറച്ചിട്ട് 60 ജൂളിൽ നമ്മളെ ഇൻഡസ്ട്രി വർക്ക് ചെയ്യാൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മളൊരു റെഫറൻസ് പോയിൻ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത്രയും എനർജി എങ്കിലും നമുക്ക് സേവ് ചെയ്യാം. ഒരു 20% എനർജി സേവ് ചെയ്യുകയാണെങ്കിൽ 100 ജൂളിന് നമുക്കൊരു 80 ജൂൾ കൊണ്ട് വർക്ക് ചെയ്യുന്ന വിധത്തിൽ ബാക്കി 20 ജൂൾ നമുക്ക് സേവ് ചെയ്യുന്ന വിധത്തിൽ ഡിസൈഡ് ചെയ്യാം. അതുപോലെ ഒരു റെഫറൻസ് പോയിൻ്റ് പ്രിലിമിനറി ഓഡിറ്റിൽ നമ്മൾ സെറ്റ് ചെയ്യണം. അതുപോലെ ഡീറ്റെയിൽ ഓഡിറ്റിന് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിന് എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ എന്നുള്ളതും ഈ ഓഡിറ്റിൻ്റെ ഇടയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു സ്കാനാണ്. ഈ പ്രിലിമിനറി എനർജി ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡാറ്റയെല്ലാം തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. കറക്റ്റീവ് മെഷേഴ്സ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതും റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇതുകൊണ്ട് നമുക്ക് വലിയൊരു എനർജി സേവിങ്സ് ഒന്നും തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. അതേസമയം ചെറിയൊരു ഇൻഡസ്ട്രീസിൽ വേണ്ട ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഓഡിറ്റ് മെത്തേഡ് പ്രിലിമിനറി ഓഡിറ്റ് മെത്തേഡാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് ഡീറ്റെയിൽഡ് എനർജി ഓഡിറ്റ് മെത്തഡോളജി. ഇത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള എനർജി സേവിങ് മെത്തേഡാണ്. അതുപോലെ തന്നെ വളരെ വലിയ കമ്പനികളിലും ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രീസിലും ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് ഈ രണ്ടാമത്തേത്. ഈ മെത്തേഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് എനർജി സേവിങ് നമുക്ക് വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്രൊജക്റ്റ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. അതേപോലെ തന്നെ എനർജി സേവിങ് കാൽക്കുലേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കേസിൽ. അതുപോലെ ഇതിൻ്റെ വേറൊരു പേരാണ് കോംപ്രഹെൻസീവ് ഓഡിറ്റ്. ആൻഡ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനർജി ബാലൻസിങ് ആണ്. നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് അതെല്ലാം തന്നെ എനർജി ബാലൻസിങ് ചെയ്യും. അതെല്ലാം വെച്ചിട്ടാണ് ലോസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അഥവാ ഇതൊരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമാണ്. പ്രിലിമിനറി പോലെ നമ്മൾ ഡയറക്റ്റ് സേവ് ചെയ്യാൻ പറ്റില്ല. ഇത് പല സ്റ്റേജിലേക്കൂടി വേണം
ക്ലിയർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ദിവസത്തെ പ്രോഗ്രാം അല്ല, പല ദിവസങ്ങളായിട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതിനെ ഫേസ് ബൈ ഫേസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇന്നത്തെ 3 ഫേസാണ് ശരിക്കും ഡീറ്റെയിൽഡ് എനർജി ഓഡിറ്റ് മെത്തേഡിലുള്ളത്. ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ പ്രീ ഓഡിറ്റ് ഫേസ് ആണ്, സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് ഫേസ് ആണ്, ആൻഡ് തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഓഡിറ്റ് ഫേസ് ആണ്. ഈ 3 ഓഡിറ്റ് ഫേസും കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഫൈനലായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാം. ആൻഡ് ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ഇനി നമുക്ക് ഈ ഡീറ്റെയിൽഡിൻ്റെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഓരോ ഫേസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇത്രയും പറഞ്ഞത് നിങ്ങൾ നോട്ട് ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. താങ്ക് യു.